ഇശലൈക്യം സംഗീത സാഹിത്യവേദിയുടെ മെഹറിൻ്റെ പാട്ടും പാട്ടിൻ്റെ മെഹറും എന്ന പംക്തിയുടെ 8ാമത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അബ്ദുള്ള വാപ്പു കൂട്ടിലങ്ങാടി. മെഹറിനെക്കുറിച്ച് നാം പറയുമ്പോൾ ശബ്ദം ഇല്ലാത്ത പാവപ്പെട്ട സമൂഹത്തിനു വേണ്ടി തൻ്റെ തൂലിക പടവാളാക്കി ഉറക്കെ ഗർജിച്ചുകൊണ്ട് നിരന്തരം പൊരുതിയ കവിയാണ് മെഹർ എന്ന് നാം പറയാറുണ്ട്. എന്തുകൊണ്ട് ദരിദ്രർക്കും പാവപ്പെട്ട തൊഴിലാളികൾക്കും ശബ്ദമില്ലാതാവുകയും ശബ്ദിക്കാൻ അവകാശമില്ലാതെയും തൊഴിലിന് വേണ്ടും വിധം കൂലി ലഭിക്കാതെയും അതേക്കുറിച്ചെങ്ങാൻ മിണ്ടിപ്പോയാൽ ഉണ്ടായേക്കാവുന്ന ദുരന്തങ്ങളുടെ ഒരു ഉദാഹരണം ആണ് മെഹർ അവതരിപ്പിക്കുന്ന അക്രമരാഹിത്യത്തിൻ്റെ ലാത്തി എന്ന തൻ്റെ ഗാനം. ഇതിലൂടെ തൻ്റെ ഏതെങ്കിലും ഒരു പരാധീനത തൊഴിലിടങ്ങളിലെങ്ങാൻ അവതരിപ്പിച്ചു പോയാൽ തൊഴിൽ നൽകുന്ന ബൂർഷ്വാസികളായ തൊഴിലുടമകൾ ഏത് തരത്തിലാണ് തൊഴിലാളികളോട് പ്രതികരിക്കുക എന്നതിൻ്റെ ഒരു ചിത്രീകരണമാണ് മെഹറിൻ്റെ ഈ ഗാനം. തൊഴിലിടങ്ങളിൽ നിന്ന് കിട്ടുന്ന കൂലി പോരെന്ന് പറഞ്ഞതിന് തൊഴിലാളിയുടെ നേർക്ക് മുതലാളിയുടെ ഗുണ്ടകളും പോലീസും ചേർന്ന് അക്രമം അഴിച്ചുവിടുകയും എല്ലും തലയും അടിച്ചു പൊട്ടിച്ച് റോഡിലൂടെ വലിച്ചിഴച്ച് കൊണ്ടുപോയി തുറുങ്കിലടക്കപ്പെടുകയും ചെയ്ത ഒരു തൊഴിലാളിയുടെ 4 കൊച്ചുമക്കളുടെ മാതാവായ ഭാര്യയുടെ സങ്കടം അവതരിപ്പിക്കുന്ന ഗാനമാണ് കവി മെഹർ തൻ്റെ അക്രമരാഹിത്യത്തിൻ്റെ ലാത്തി എന്ന ഗാനം. തൻ്റെ ഭർത്താവിൻ്റെ ദുരന്തവും ഒപ്പം മക്കളെ പോറ്റാൻ വരുമാനമില്ലാത്ത നിത്യദാരിദ്ര്യത്തിൻ്റെ പ്രയാസങ്ങളും വിവരിക്കുമ്പോഴും ഈ ദുരന്തങ്ങൾക്കെല്ലാം ഒരു അറുതി ഉണ്ടാവുമെന്നും കാലം മാറുമെന്നും അന്ന് ഇവരോടൊക്കെ ഞാൻ പകരം ചോദിക്കുമെന്നുമുള്ള ശുഭാപ്തി വിശ്വാസവും വിപ്ലവ വീര്യവും ആ മാതാവിൻ്റെതായി കവി എടുത്ത് അവതരിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് മെഹറിൻ്റെ അക്രമരാഹിത്യത്തിൻ്റെ ലാത്തി എന്ന ഗാനത്തിലേക്ക് പ്രവേശിക്കാം. ഉണ്ടതെങ്കിൽ വന്നു കാണുവാൻ എന്ന ഇശലിലാണ് കവി തൻ്റെ ഈ രചന നടത്തിയിട്ടുള്ളത്. 4 കുഞ്ഞി മക്കളെ ഞാനേതു വീതം പോറ്റും, കാലമെത്ര കണ്ണുനീരിലിത്തരത്തിൽ നീറ്റും. കുഞ്ഞിമക്കൾ മുക്കുമൂല ചെന്നിരുന്നിടുന്നു, കഞ്ഞിയില്ലാതെ അവർ തേങ്ങിക്കരഞ്ഞിടുന്നു. ഒട്ടിയുള്ള പള്ള കണ്ടാൽ പൊട്ടിടുന്നൻ കൽബ്, പെറ്റ മനസ്സെത്ര കാലം പേറിടുമീ ഹമ്മ്. എൻ്റെ പൊന്നു മക്കളുടെ തന്ത കണ്ടിടുകിൽ എന്തിനു ഞാൻ ചൊല്ലിടുന്നു പെയ്ക്കളുണ്ടീരാവിൽ. എങ്ങുമെങ്ങും ചുറ്റിയാവർ തെണ്ടി നടക്കുന്നു, പൊങ്ങലും കാട്ടി വടി വീശി ഞെളിഞ്ഞിടുന്നു. വേല ചെയ്യാൻ കൂലി പോരെന്നു പറഞ്ഞതാലെ ജോലി നൽകാതെ അവർ പുറത്തു വന്നതാലെ. കമ്പനിക്കാരൻ മുതലാളി പറഞ്ഞ വാക്കാൽ വമ്പ് കാട്ടി വന്നു ചിലർ കമ്പനിയെ കാക്കാൻ.
ഈസവും പറഞ്ഞവർ പാലരെയും പൂടിച്ചു. വീശി വീശിലാത്തി കൊണ്ടെല്ലാരെയും ആടിച്ചു. തല്ലിയന്നൻ മക്കളിന്നുപ്പാനലാത്തി കൊണ്ട് എല്ല് പൊട്ടി പഴയന്മാരാരിഷം കൊണ്ട്. കൊണ്ടുപോയവർ വലിച്ചിഴച്ചു റോട്ടിയിലൂടെ രണ്ട് കൈയിലും വിലങ്ങു വെച്ചു നാട്ടിലൂടെ. ഉന്തിയും തള്ളി തലയാടിച്ചവരുടച്ചു. പന്ത് പോലെ തട്ടിയും തൂറുങ്കിലിട്ടടച്ചു. അന്നു മുതൽക്കിങ്ങു ഞാൻ കരഞ്ഞിരുന്നിടുന്നു. ഇന്ന് വാരുമെന്ന് കാത്തിടുന്നു. കണ്ണിലും കാരളിലും തീക്കട്ടകളുറഞ്ഞു. പൊന്നുമക്കൾ തിന്നുവാനില്ലാതെയും കുഴഞ്ഞു. ഈ കഠിന ദുഃഖമെല്ലാം തീർന്നിടുന്ന കാലം, ഈ കൊടുമായൊക്കെയും നാശിച്ചിടുന്ന കാലം. വന്നടുത്തിടും വരേക്കും വേദന സഹിക്കും. വന്നിടുകിലന്നു ഞാൻ പകരവും ചോദിക്കും. അവസാനത്തെ 4 വരി ഒരിക്കൽ കൂടി. ഈ കഠിന ദുഃഖമെല്ലാം തീർന്നിടുന്ന കാലം, ഈ കൊടുമയൊക്കെയും നാശിച്ചിടുന്ന കാലം. വന്നടുത്തിടും വരേക്കും വേദന സഹിക്കും. വന്നിടുകിലന്നു ഞാൻ പകരവും ചോദിക്കും. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.